അന്യമതത്തിൽപ്പെട്ട സഹപ്രവർത്തകരോട് സംസാരിച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനമേറ്റ കാഴ്ചയാണ് ക്രൈം റിപ്പോർട്ട് നമ്പർ 1. യുവാവിനെ നഗ്നനാക്കി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. സംഘപരിവാർ പ്രവർത്തകർ ചേർന്നാണ് യുവാവിനെ മർദ്ദിച്ചത്. വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടായിരുന്നു മർദ്ദനം. മംഗളൂരുവിലാണ് സംഭവം. അന്യമതത്തിൽപ്പെട്ട സഹപ്രവർത്തകരോട് സംസാരിച്ചതിനാണ് മുസ്ലിം യുവാവിനെ സംഘപരിവാറുകാർ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. മംഗലൂരു കാവൂർ സ്വദേശിയും അത്താവറിലെ ഈസി ഡേ ഷോപ്പിംഗ് മാൾ മാനേജറുമായ ഷാക്കിർ അലിയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ സഹപ്രവർത്തക ഷാക്കിർ അലിയോട് കുറച്ച് പണം കടം ചോദിച്ചു. അത്താവറിൽ ATM-ൽ നിന്ന് പണമെടുത്ത് നൽകി. അതിനിടെ തന്നെ മുസ്ലിം യുവാവ് ഹിന്ദു യുവതിക്ക് പണം നൽകുന്നു എന്ന വാർത്ത പ്രചരിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ നിരവധി സംഘപരിവാറുകാർ ഒത്തുകൂടി യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഇയാളെ വിവസ്ത്രനാക്കി പോസ്റ്റിൽ കെട്ടിയിട്ടു. തുടർന്ന് മരത്തടി കൊണ്ടായി മർദ്ദനം. ഇതിനിടയിൽ അക്രമരംഗങ്ങൾ ചിലർ മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു. സംഘപരിവാർ പ്രവർത്തകർ തന്നെയാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തത്. ദേശീയ തലത്തിൽ തന്നെ ഇതിനോടകം ഈ വിഷയം വലിയ വിവാദമായ സാഹചര്യത്തിൽ സംഭവത്തിൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സമാന വിഷയങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുള്ള അലംഭാവം ഇവിടെയും ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ദേശീയ തലത്തിൽ തന്നെ ഉയരുന്നത്. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവിനെ വെൻലോക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. പാലക്കാട് പട്ടാമ്പിയിൽ ഗുണ്ടാ ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പെരുമുടിയൂർ വില്ലേജ് കമ്മിറ്റി അംഗം തറയിൽ നജീബിനെ ചികിത്സയിലിരിക്കെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് 8 അംഗ ഗുണ്ടാ സംഘം വെട്ടിയത്. പ്രാദേശിക കോൺഗ്രസ് പിന്തുണയുള്ള മണൽ മാഫിയ സംഘമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് CPIM പറയുന്നു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന നജീബിനു നേരെ രാത്രി 11 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. 8 അംഗ ഗുണ്ടാ സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രാവിലെയോടെ മരിച്ചു. പട്ടാമ്പി മുതുമല പഞ്ചായത്തിലെ മണൽ മാഫിയ സംഘമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് CPIM നേതൃത്വം വ്യക്തമാക്കി. ഇവർക്ക് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന് പട്ടാമ്പി ഏരിയ സെക്രട്ടറി NP വിനയകുമാർ പറഞ്ഞു. മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ സംഘവും അവരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇതിൻ്റെ പിന്നിലുണ്ട്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂരിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മുതുമല പഞ്ചായത്തിൽ 2 മുതൽ വൈകിട്ട് 5 വരെ ഹർത്താലിനും CPIM ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്, തൃശൂർ. CET എഞ്ചിനീയറിംഗ് കോളേജ് ദുരന്തത്തിൽ നടുക്കം വിട്ടുമാറാതെ കല്യാശ്ശേരി മങ്കാട് ഗ്രാമം. വാഹനാപകടത്തിൽ ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ പ്രതിസ്ഥാനത്ത് തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട മകൻ വരുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അതേസമയം ബൈജുവിന് സംഭവിച്ച കൈപ്പിഴയിൽ നിയമസഹായം തേടുമെന്ന് ബൈജുവിന്റെ മാതാപിതാക്കളും പറയുന്നു. PV ജോഷിലയുടെ റിപ്പോർട്ടിലേക്ക്. CET എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ബൈജുവിന് സംഭവിച്ച കൈപ്പിഴ അറിഞ്ഞതു മുതൽ നടുക്കത്തിലാണ് കല്യാശ്ശേരി മാങ്ങാട് ഗ്രാമം. 15 വർഷമായി മാങ്ങാട് താമസിക്കുന്ന ബാലകൃഷ്ണനും പൗളിനെയും മക്കളും അവർക്ക് എത്രമേൽ പ്രിയങ്കരായിരുന്നുവെന്ന് ഈ അയൽക്കാരിയുടെ വാക്കുകളിൽ അറിയാം. ഒരു ഇതും ഇന്ന് വരെ ഇവിടെ നിന്നിട്ട് അവരെ കൊണ്ട് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായി. അത്രയും നല്ല മക്കളാണ്. അമ്മയും അതെ, അച്ഛനും അതെ, 2 മക്കളും അതുപോലെ തന്നെ. നമ്മൾ സ്വന്തം വീട് പോലെയാണ്. അപ്പുറം ഇപ്പുറവും അത്രക്കും സ്നേഹത്തിൽ ഒരാൾക്കും പറയാൻ കഴിയില്ല. അവർ ദോഷം ചെയ്തു. അത്രയും നല്ല ആൾക്കാരാണ്. എന്താ ചെയ്യേണ്ടത് വന്നു പോയില്ല. നമുക്കൊന്നും വിചാരിക്കാൻ പോലും കഴിയില്ല. അതേസമയം മകന് സംഭവിച്ച ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ബൈജുവിന്റെ കുടുംബം. ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ ബാലകൃഷ്ണനും പൗളിനെയും പ്രതികരിക്കാൻ തയ്യാറായില്ല. ബൈജുവിന് സംഭവിച്ച അപകടത്തെ സംബന്ധിച്ച് നിയമസാധ്യതകൾ ഉപയോഗിച്ച് മുന്നോട്ടു പോകുമെന്ന് പിതാവ് ബാലകൃഷ്ണൻ ഞങ്ങളോട് ടെലഫോണിൽ പ്രതികരിച്ചു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. അടൂർ IHRD കോളേജിലെ അതിരുവിട്ട ഓണാഘോഷത്തിൽ ലോക്കൽ പോലീസിന് വീഴ്ച പറ്റിയതായി രഹസ്യാന്വേഷണ വിഭാഗം. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും വേണ്ട മുൻകരുതലുകൾ എടുത്തില്ലെന്നും പൊതുജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും നടപടി സ്വീകരിക്കേണ്ട നിയമപാലകർ കാഴ്ചക്കാരായെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് 6 ഫയർഫോഴ്സ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സംഭവത്തിൽ പോലീസിനും വീഴ്ച പറ്റിയതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അതിരുവിട്ട അഭ്യാസ പ്രകടനങ്ങൾക്ക് പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. മാത്രമല്ല, സംഭവം വിവാദമായിട്ടും അടൂർ പോലീസ് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി.
വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ആഘോഷ പരിപാടികളെക്കുറിച്ച് പോലീസിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട വിഷയത്തെ ലാഘവത്തോടെയാണ് ലോക്കൽ പോലീസ് കണ്ടതെന്നും രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിനൊപ്പം ഫയർഫോഴ്സ്, KSRTC അധികൃതരുടെയും സഹായം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം രഹസ്യാന്വേഷണ വിഭാഗം വീഴ്ച കണ്ടെത്തിയെന്ന് മനസ്സിലാക്കി ഇന്നലെ രാത്രി വൈകി വിദ്യാർത്ഥികൾക്കെതിരെ അടൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അച്ചടക്ക നടപടി ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ലോക്കൽ പോലീസിന്റെ ഈ നടപടിയെ കാണുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സർക്കാർ വെയർഹൌസിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച എക്സൈസുകാരെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പിടികൂടി. പത്തനംതിട്ടയിലാണ് സംഭവം. പരിശോധനയിൽ വലിയ തോതിലുള്ള തിരിമറികളും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വേലി തന്നെ വിളവ് തിന്നുക എന്ന നാടൻ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുകയായിരുന്നു പത്തനംതിട്ടയിലെ എക്സൈസുകാർ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കൊടുന്തറയിലെ ബിവറേജസ് കോർപ്പറേഷന്റെ വെയർഹൌസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് അടിച്ചു ഫിറ്റായ എക്സൈസുകാരെ കൈയോടെ പിടികൂടിയത്. വെയർഹൌസിലെ ക്രമക്കേടുകൾ തടയാൻ നിയോഗിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ ലഹരിയിൽ മുങ്ങിയപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത 16,000 രൂപയും ഹോളോഗ്രാം പതിക്കാത്ത മദ്യവും വിജിലൻസ് പിടികൂടി. പിടിയിലായ 2 എക്സൈസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രിവന്റീവ് ഓഫീസർ ഉദയകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ അനിൽകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മെട്രോയിൽ മദ്യപിച്ച് ലക്കുകെട്ടി യാത്ര ചെയ്ത പോലീസുകാരൻ കോട്ടയം സ്വദേശി. ദില്ലി മെട്രോയിൽ മദ്യപിച്ച് ആടിക്കളിച്ച പോലീസുകാരന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതേ തുടർന്ന് ദില്ലി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയം സ്വദേശിയും ഡൽഹി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിളുമായ PK സലീമാണിതെന്ന് കണ്ടെത്തിയത്. സലീമിനെ ഡൽഹി പോലീസ് കമ്മീഷണർ BS ബസി സസ്പെൻഡ് ചെയ്തു. മദ്യപിച്ച് മതോന്മത്തനായി ദില്ലി മെട്രോയിൽ ലക്ക് കെട്ടി യാത്ര ചെയ്ത ദില്ലി പോലീസുകാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പോലീസുകാർക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ മലയാളികൾക്ക് കൂടി മാനക്കേടായി. അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ദില്ലി മെട്രോയിൽ മദ്യലഹരിയിൽ ആടിക്കളിച്ചത് മലയാളിയും ദില്ലി പോലീസ് ഹെഡ് കോൺസ്റ്റബിളുമായ PK സലീമാണെന്ന് ദില്ലി പോലീസ് കണ്ടെത്തി. മദ്യപിച്ച് ലക്കുകെട്ട് ഒടുവിൽ മെട്രോയിൽ കമിഴ്ന്നടിച്ച് വീണ പോലീസുകാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് കമ്മീഷണർ BS ബസി സലീമിനെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാരെ യൂണിഫോമിൽ മദ്യപിച്ച് കാണരുതെന്നും ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കില്ലെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അമിതമായി മദ്യപിച്ച പോലീസുകാരൻ നേരെ നിൽക്കാൻ പോലും സാധിക്കാതെ മെട്രോ ഓടുന്ന സമയത്ത് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതും പിടിയുറപ്പിക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ട് വീഴുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. മദ്യപിച്ച് യാത്ര ചെയ്യാനോ മദ്യക്കുപ്പികൾ കൈവശം വച്ച് യാത്ര ചെയ്യാനോ കർശന വിലക്കുള്ള മെട്രോയിൽ നിയമസംരക്ഷകനാകേണ്ട പോലീസുകാരന്റെ മദ്യലഹരിയിലുള്ള അഴിഞ്ഞാട്ടം ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.